ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സറാറയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഞാനിന്ന് സറാറയുടെ ടോപ്പിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ മാത്രമേ നമ്മളിന്ന് കാണിക്കുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് അതിൻ്റെ പാൻറ്റിൻ്റെ കാണിക്കാം. നമ്മൾ അമ്പല്ല കട്ട് പലാസ പാൻറ്റായിട്ടാണ് സറാറയിൽ പാൻറ്റ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇത് ഒറ്റ വീഡിയോയിൽ കാണിച്ചാൽ ലെങ്ത് അധികമായി പോകും. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ടോപ്പ് കട്ട് ചെയ്യാം. ഞാനിവിടെ 35 ഇഞ്ച് ലെങ്തിലാണ് ടോപ്പിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത്. പിന്നെ എൽ സൈസിലാണ്, ലാർജ് സൈസിലാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. അപ്പം ലെങ്ത് എടുത്തതിന് ശേഷം ഷോൾഡർ ഞാനിവിടെ 7 എടുത്തിട്ടുണ്ട്, കൈക്കുഴി 7 എടുത്തിട്ടുണ്ട്, ബ്രസ്റ്റ് അളവ് ഞാൻ 11 എടുത്തിട്ടുണ്ട്. പിന്നെ തയ്യൽ തുമ്പോട് കൂടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം ഞാൻ പറയുന്നത്. നമ്മൾ ഷേപ്പ് 10 എടുത്തിട്ടുണ്ട്, താഴെ നമ്മൾ 12 വിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് അളന്ന് വരച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗം ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ നിന്നും മുകളിലേക്ക് എന്നിട്ട് നമുക്കിവിടെ ഹിപ്പുണ്ട്. ഹിപ്പിൻ്റെ അളവ് നമുക്കിവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാനിവിടെ 21 ഹിപ്പ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് അവിടെ ഒന്ന് കൊത്തിട്ട് കൊടുക്കാം. കൊത്തിട്ട് കൊടുത്തതിന് ശേഷം അത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ പീസിൽ നിന്ന് തന്നെ നമ്മൾ മോമിനും കിഡ്സിനും കൂടിയുള്ളതാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നത്. ഇപ്പം നമുക്ക് മോമിനുള്ളത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. കിഡ്സിന് സ്റ്റിച്ച് ചെയ്യാം. കിഡ്സിൻ്റെ സ്കർട്ടിൻ്റെ ലെങ്ത് ടോപ്പിൻ്റെ ലെങ്ത് നമ്മൾ എടുത്തിരിക്കുന്നത് 15. എന്നിട്ട് ആ മുകളിൽ നമുക്ക് ഷോൾഡർ എടുക്കാം. ഷോൾഡർ എടുക്കുമ്പം നമുക്ക് അവിടെ നിന്ന് അളന്നാൽ കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഷോൾഡർ 4.5 അടയാളപ്പെടുത്തി, കൈക്കുഴി 4.5 അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ബ്രസ്റ്റ് അളവ് 8.5 അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഷേപ്പ് 7.5 അടയാളപ്പെടുത്തി കൊടുത്ത്, താഴെ 8.5 അടയാളപ്പെടുത്തി കൊടുത്ത് അത് നമുക്കിങ്ങനെ ഒന്ന് വളച്ച് വരച്ചൊക്കെ കൊടുക്കാം. ഇതുപോലെ കൈക്കുഴിയൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് അതും നമുക്കൊന്ന് ഇവിടെ കട്ട് ചെയ്തെടുക്കാം. അപ്പം രണ്ടുപേർക്കും കൂടി ഒരുമിച്ചുള്ളത് നമ്മളിവിടെ കട്ട് ചെയ്യുവാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് രണ്ടുപേരുള്ളതും നമ്മൾ ഒരുമിച്ച് ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, മാമിൻ്റെ കിഡ്സിൻ്റെ. അപ്പം നമുക്കത് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് താഴെ നിന്നും ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത്, താഴ്ഭാഗം ലെവൽ ചെയ്തിട്ട് താഴെ നിന്നും മുകളിലേക്ക് ഒരു 4 ഇഞ്ച് മുകളിലേക്ക്. പിന്നെ നമ്മൾ ഷോള് 4 സൈഡും ഇതുപോലെ സ്കാലപ്പ് ചെയ്യുകയാണ്. സ്കാലപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് പോയി കാണുക. നമ്മൾ ഷാളിൻ്റെ 4 സൈഡിലും നമ്മൾ ഗോൾഡൻ ത്രെഡ് ഉപയോഗിച്ച് ഇതുപോലെ സ്കാലപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്കത് ഫുള്ളായിട്ട് ഇതുപോലെ സ്കാലപ്പ് ചെയ്ത് കൊടുക്കാം. സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ അരിക് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്ത് അരിക് നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്യുമല്ല, സോൾഡറിങ് അയൺ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അരിക് കൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ സോൾഡറിങ് അയൺ യൂസ് ചെയ്യുന്നൊക്കെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയി കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്നിട്ട് നമുക്കിനി സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിൻ്റെ ലെങ്ത് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് കൈക്കുഴിയുടെ അളവും താഴത്തെ വിട്ടും എല്ലാം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. സ്ലീവിൻ്റെ താഴെ ഞാനൊരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് വർക്കിൻ്റെ വീഡിയോ ഞാൻ ഇതിന് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. ഇത് 2-3 വീഡിയോ ആയിട്ടേ നമുക്കിത് ചെയ്യാൻ കഴിയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ലെങ്ത് കൂടുതലാവും. അതുകൊണ്ടാണ് വീഡിയോയുടെ ലെങ്ത് ഒത്തിരി ആയിപ്പോയാലും കാണാൻ ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ഹാൻഡ് വർക്കിൻ്റെ ചെയ്യാം. നമ്മളിതാ ടോപ്പിൻ്റെ നെക്കിലും ടോപ്പിൻ്റെ താഴ്ഭാഗത്തും ഒക്കെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ലീവിൻ്റെ താഴ്ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പം നമ്മൾ ടോപ്പിന് ലൈനിങ് കട്ട് ചെയ്തു, സ്ലീവ് കട്ട് ചെയ്തു, സ്ലീവിനുള്ള ലൈനിങ് നമ്മളിതാ ഇവിടെ കട്ട് ചെയ്തു. എല്ലാം നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്ലീവിനുള്ളതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം ഇതുപോലെ ലൈനിങ് മെറ്റീരിയൽ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ടോപ്പിൻ്റെ മെറ്റീരിയൽ ഇതുപോലെ ഫ്രണ്ട് പാർട്ട് നമുക്കിതുപോലെ കറക്റ്റായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ
ആ ലേസ് വർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ അരികത്ത് കൂടി ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് കൈക്കുഴിയെല്ലാം കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ വീനെക്കാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് താഴെ കൊണ്ടൊന്ന് സൂചി നിർത്തി കൊടുക്കുക. നിർത്തി കൊടുത്തിട്ട് മുകളിലേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്യുക. സൂചി താഴേക്ക് കുത്തി കൊടുത്തിട്ട് വേണം നമ്മൾ ഈ മെറ്റീരിയൽ മാറ്റാനായിട്ട്. ഇതാ ഇതുപോലെ മാറ്റി കൊടുത്തിട്ട് കറക്റ്റായിട്ട് വെച്ച് അത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാ ഇവിടെ നമ്മൾ കിഡ്സിൻ്റെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ? ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ബാലൻസ് ഉള്ളത് ഇതുപോലെ നെക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഫുള്ളായിട്ട് നമുക്കൊന്ന് കൊത്തിട്ട് കൊടുക്കാം. ഇതുപോലെ കൊത്തിട്ട് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. എടുത്തിട്ട് നമുക്കത് മറിച്ചെടുക്കുക. മറിച്ചെടുത്തിട്ട് അരി കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്കത് മറിച്ചെടുക്കാം. മറിച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലൊന്ന് അരികത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് നമുക്കത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നെക്കൊക്കെ തയ്ച്ച് കഴിഞ്ഞു. അതിനുശേഷം നമുക്കിനി സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നമുക്കൊന്ന് ലേസ് വെച്ച് കൊടുക്കണം. അതിവിടെ നമുക്കൊന്ന് ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവൊക്കെ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് മടക്കിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുവാണ്. എന്നിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കിഡ്സിൻ്റെ ബാക്ക് നെക്ക് നമുക്കൊന്ന് അടിച്ച് മറിച്ചെടുക്കണം. അത് നമുക്കിതൊന്ന് ബാക്ക് നെക്ക് ഒന്ന് ആദ്യം കട്ട് ചെയ്യാം. ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ ഓപ്പണിങ് കൊടുക്കാം ബാക്കിലേക്ക്. അവിടെ നമുക്ക് കൊളുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുഞ്ഞിൻ്റെ തലയൊക്കെ കയറാൻ പാകത്തിന് ഒരു ചെറിയ ഓപ്പണിങ്. അതിനുശേഷം നമുക്കിത് നല്ല പീസയിലേക്ക് വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ഒഴുകിക്കിടക്കുന്ന തുണിയായതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ ഓപ്പണിങ് വരുന്ന ഭാഗവും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം നമുക്ക് മറിച്ചെടുക്കാനായിട്ട്. നമ്മൾ നല്ല പീസിനെ കാട്ടിയും ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് കുറച്ചിട്ടാണ് ലൈനിങ് കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ നോർമൽ ടോപ്പൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചെയ്യുമല്ലോ, ആ രീതിക്ക് ലെങ്തുള്ള ടോപ്പ് കട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന രീതിക്കാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് നെക്കൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല കൈക്കുഴിയും ഒന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൈക്കുഴി ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചിട്ട് വേണം അത് മറയ്ക്കാനൊക്കെ ആയിട്ട്. 2 സൈഡിലെയും കൈക്കുഴി ഒന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ കിഡ്സിൻ്റെ ആയതുകൊണ്ട് നമ്മൾ സ്ലീവ് വയ്ക്കുന്നില്ല. സ്ലീവ് വയ്ക്കാത്തത് കൊണ്ടാണ് കൈക്കുഴി ഇതുപോലെ അടിക്കാൻ പറയുന്നത്. ഇതുപോലെ അടിച്ചിട്ട് അത് മറിച്ചെടുക്കുകയാണ്. അപ്പോൾ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പൊക്കോളും. നമ്മൾ തയ്യൽ തുമ്പ് ഒട്ടും പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഷോൾഡറും കൈക്കുഴിയൊക്കെ തയ്യൽ തുമ്പ് ഒട്ടും പുറത്തേക്ക് കാണാത്ത രീതിയിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് മാത്രമായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് എല്ലായിടും ഒന്ന് കൊത്തിട്ട് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് കൈക്കുഴിയും നെക്കും എല്ലാം ഒന്ന് കൊത്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതാ ഫ്രണ്ട് പാർട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൈക്കുഴിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് അടിച്ച് മറിച്ചെടുത്തിട്ടുണ്ട്. അതെനിക്ക് വീഡിയോയിൽ കാണിക്കാൻ കഴിഞ്ഞില്ല. ഇതുപോലെ നമ്മൾ ഫ്രണ്ട് പാർട്ട് മറിച്ചെടുക്കണം, ബാക്ക് പാർട്ട് മറിച്ചെടുക്കുന്നില്ല. എന്നിട്ട് നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഫ്രണ്ട് പാർട്ട് കയറ്റി കൊടുക്കുക. എന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 ഷോൾഡറും ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു ഷോൾഡർ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത ഷോൾഡറും ഈ ബാക്ക് പാർട്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഫ്രണ്ട് പാർട്ട് കയറ്റി കൊടുക്കേണ്ടത്, ലൈനിങ്ങിൻ്റെയും നല്ല പീസിൻ്റെയും ഇടക്കായിട്ട്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് ആ അടുത്ത ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അവിടെ 2 സ്റ്റിച്ചിങ് കൊടുക്കാം. നമ്മളിനി സ്റ്റിച്ച് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് എല്ലാം ഉള്ളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് പ്രത്യേകം 2 സ്റ്റിച്ചിങ് കൊടുക്കുക. എന്നുവെച്ചാൽ സ്റ്റിച്ചിങ് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ 2 സ്റ്റിച്ചിങ്ങൊക്കെ കൊടുത്തിട്ട് നമുക്കിനി ഒന്ന് മറിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കാം. ഇതുപോലെ മറിച്ചെടുക്കുക. അപ്പോൾ സ്റ്റിച്ചിങ് എല്ലാം ഉള്ളിലേക്ക് പൊക്കോളും. കണ്ട.
അപ്പം ഒരു സ്റ്റിച്ചിങ്ങും പുറത്തേക്ക് വന്നിട്ടില്ല. ഇതാ കണ്ട, ഷോൾഡറെല്ലാം ഉള്ളിലേക്കാണ് സ്റ്റിച്ചിങ് എല്ലാം പോയേക്കുന്നത്. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ഇതുപോലൊന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ടോപ്പിനൊക്കെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമല്ലോ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം, ആ രീതിക്ക് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബാക്കിലത്തെ വശവും നമുക്ക് ഫ്രണ്ട് വശവും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് വെച്ച് ഇതാ ഞാൻ ഫ്രണ്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നമുക്കിതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് അതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ഇതിൻ്റെ കൈക്കുഴിയിൽ നമ്മളൊരു ലേസ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്ലീവ്, വലിയ ആൾക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തപ്പോൾ ഇതിന് സ്ലീവ് ഇല്ലാത്തത് കൊണ്ട് ഇതിന് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ആ രീതിക്ക് അല്ലാത്ത രീതിയിൽ നമുക്കൊന്ന് ഷോൾഡർ ചെയ്യുന്നത് കാണിച്ചു തരാം. നമുക്ക് വലിയ ആളുടേത് നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത് ഷോൾഡർ എന്ന് കാണിച്ചു തരാം. ഇതുപോലെ ആദ്യം ബാക്ക് പീസ് എടുത്ത് വയ്ക്കുക. ബാക്ക് പീസിൽ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. നല്ല പീസ് ലൈനിങ് ഓപ്പൺ ആക്കി വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡർ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ബാക്കിലത്തെ പീസിൻ്റെ ലൈനിങ് പുറത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് 2 സ്റ്റിച്ചിങ് ഇതുപോലെ കൊടുക്കുക. എന്നിട്ട് മറിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്കിനി ഞാൻ ഈ പറഞ്ഞോട്ട് ഇവിടെ ലേസ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ കൈക്കുഴിയിൽ കിഡ്സിൻ്റെത്. എന്നിട്ട് നമുക്ക് 2 സൈഡും ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. സാധാരണ ടോപ്പിൻ്റെയൊക്കെ 2 സൈഡും അടിക്കുന്ന തൊട്ട് നമുക്കിതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. കൈക്കുഴിയുടെ അവിടെ നിന്ന് താഴേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ കൊത്തിട്ട് വരുന്നിരിക്കുന്ന ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഒന്ന് നിർത്തുക. 1 ഇഞ്ച് വീതിക്ക് വേണം തയ്യൽ തുമ്പ് ഇടാനായിട്ട്. എന്ന് വെച്ചാൽ മടക്കി നമുക്ക് സ്ലിറ്റ് ഇടാനുള്ളതാണ്. എന്നിട്ട് നമുക്ക് ഇത് കണ്ട 2 സൈഡും ഞാനിവിടെ അതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴ്ഭാഗവും സൈഡും എല്ലാം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ചുരിദാർ ടോപ്പിൻ്റെ പിന്നെ സ്ലിറ്റൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ നമുക്കിതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കിഡ്സിൻ്റെ ടോപ്പിൻ്റെ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വലിയ ആളുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് നമുക്ക് സ്ലീവിൻ്റെ ഇവിടെ കൈക്കുഴിയും സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് ഷോൾഡറിൻ്റെ അവിടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് താഴെ എത്തുമ്പോഴത്തേക്കും വീണ്ടും തിരിച്ചിട്ട് നമുക്കൊന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് സെൻറ്ററിൽ കൊണ്ടുവന്ന് അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് 2 സ്ലീവും നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ മറിച്ചെടുക്കുക. മറിച്ചെടുത്തതിന് ശേഷം നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് സെൻറ്റർ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്നും താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ ഞാൻ 2 സ്ലീവും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കിഡ്സിൻ്റെ കാണിച്ച പോലെ തന്നെ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നിന്നും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ആ കൊത്തിട്ട ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അതിനുശേഷം
നമുക്ക് രണ്ട് സൈഡും സ്ലിറ്റൊക്കെ അടിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. ടോപ്പിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതുപോലെ മടക്കുക. മടക്കി കൊടുത്തിട്ട് ആ ലേസ് വെച്ചിടം മടക്കിയൊക്കെ കൊടുത്തിട്ട് നമുക്ക് താഴത്തെ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് എത്രയാണോ നമുക്ക് വിഡ്ത്ത് വേണ്ട അത് നോക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് ആ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. താഴെ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഹിപ്പിൻ്റെ അവിടെ കൊത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞോട്ട് 1 ഇഞ്ച് വിഡ്ത്തിൽ നിർത്തി കൊടുക്കുക. നമുക്ക് സ്ലിറ്റ് ഇടാനുള്ളതാണ്. അപ്പം നമ്മളവിടെ കൊണ്ടുവന്ന് സൂചി നിർത്തി പിന്നെ അതിന് ശേഷം നമ്മൾ സ്ലിറ്റൊക്കെ ഇട്ട് കൊടുത്ത് സ്ലിറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ താഴെ ഇതുപോലെ ഒന്ന് ഹാങ്ങിങ് ലേസ് കൊടുക്കുന്നുണ്ട്. കിഡ്സിൻ്റെയും മോമിൻ്റെയും ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ നമുക്ക് ഹാങ്ങിങ് ലേസും കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. ഇതുപോലെ നിങ്ങളും മെറ്റീരിയൽസ് എടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻ്റായിട്ട് പറയണേ. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അംബ്രല്ല പലാസയാണ്. അതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മളിവിടെ ഇതിനു മുമ്പ് പിന്നെ ഷറാറയുടെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അംബ്രല്ല പലാസയുടെ വീഡിയോ കാണിക്കാൻ പറഞ്ഞിരുന്നു. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ എല്ലാവരും മറക്കാതെ അതും കാണുക. ഇതിൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ്. ഈ ഷോള് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ള വീഡിയോ നമുക്ക് പലാസയുടെ കൂടെ ഞാൻ കാണിച്ചേക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വളരെയേറെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.